ഓണമൊക്കെ ഇങ്ങെത്താറായില്ലേ? ഇന്നൊരു 4 വെറൈറ്റി പായസം റെസിപ്പീസ് ആയാലോ? നേന്ത്രപ്പഴ പ്രഥമൻ, ചക്ക പ്രഥമൻ, പരിപ്പ് പ്രഥമൻ, അതുപോലെ തനതായ രുചിയിൽ ഒരു സേമിയ പായസം. അപ്പോൾ ആദ്യം തന്നെ നല്ല തനതായ രുചിയിലുള്ള സേമിയ പായസം നോക്കാം. കണ്ടൻസ് മിൽക്കോ പഞ്ചസാര കാരമലൈസ് ചെയ്തൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി സേമിയ പായസം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് കശുവണ്ടി പരിപ്പ് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരിയൂടെ ചേർക്കാം കേട്ടോ. ഉണക്കമുന്തിരിയൂടെ ചേർക്കാം. ഉണക്കമുന്തിരി ഏതാണ്ട് 1 മിനിറ്റ് നേരത്തോളം ലോ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് വീർത്ത് വരാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് ഇത് രണ്ടും കൂടെ നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ ബാക്കിയുള്ള നെയ്യിൽ ഒരു 3/4 ഗ്ലാസ് സേമിയയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ വറുത്ത സേമിയയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. വറുക്കാത്ത സേമിയ ആണെങ്കിൽ അതിൻ്റെ കളർ ഈ കാണുന്ന ഒരു ബ്രൗൺ കളറിലാകുന്നത് വരെ ഇത് വറുത്തെടുക്കണം. വറുത്ത സേമിയയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലാണ് നമ്മളിനി സേമിയ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും നമുക്ക് സേമിയ വെന്ത് കിട്ടാൻ. സേമിയ ഒന്ന് വേവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർക്കുകയാണ് കേട്ടോ. ഞാനൊരു 8 സ്പൂണോളം പഞ്ചസാരയും അതുപോലെ ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ ഒഴിച്ച ആ പാലും വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2.5 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം കൂടെ ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ മുകളിൽ പാലല്ലേ പാട കെട്ടും. അപ്പോൾ പാട കെട്ടാൻ അനുവദിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ കശുവണ്ടി മുന്തിരി കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു 1/2 സ്പൂൺ നെയ്യൂടെ ഇതിൻ്റെ മുകളിലൊഴിച്ച് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പായസത്തിൻ്റെ വലിയ ചൂട് ഒന്ന് ആറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, മുകളിൽ പാട കെട്ടാതിരിക്കാൻ. നമ്മളിതുപോലെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ചെറിയ ചൂടിൽ തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. സിമ്പിളല്ലേ? അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു അടിപൊളി ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. അതിനായിട്ട് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് അതിൻ്റെ കളറ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുത്ത് നന്നായിട്ട് കഴുകിയ ശേഷം കുക്കറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ശർക്കര വേണം. 3/4 കപ്പ് ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കിയ ശേഷം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു തേങ്ങ ചിരകിയെടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/4 പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2/2 പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്ത ശേഷം പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2/2 പാലും ഏലക്ക പൊടിച്ചത് 1/2 സ്പൂണും ചുക്കും ജീരകവും കൂടെ ചേർത്ത് പൊടിച്ചത് ഒരു 1/4 സ്പൂണും കൂടെ ചേർക്കാം. ചുക്കും ജീരകവും ഏലക്കയും ചേർത്തത് റെക്കോർഡായില്ല കേട്ടോ. ഇനി പായസം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ 1/4 പാല് ചേർക്കാം. 1/4 പാല് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ തിളയ്ക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തതും കശുവണ്ടിയും മുന്തിരിയും കൂടെ നെയ്യിൽ മൂപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡി. അടുത്തത് നല്ലൊരു നേന്ത്രപ്പഴ പ്രഥമനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 നേന്ത്രപ്പഴം ഏതാണ്ട് 350 ഗ്രാം ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുത്ത ശേഷം മിക്സിയിൽ അടിച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു 200 ഗ്രാമോളം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഉരുക്കിയെടുത്ത ശേഷം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പായസം റെഡിയാക്കാനായിട്ട് ഉരുളിയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്യിൽ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വറുത്തെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പും നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴം ഒരു 3 മിനിറ്റ് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ വരട്ടിയെടുക്കണം. നമ്മുടെ പായസത്തിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതുപോലെ വരട്ടിയെടുത്ത ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കാവൂ. ഒരു ചെറിയ തേങ്ങ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/4 പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2/2 പാലുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2/2 പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ നമുക്കിനി 1/4 പാല് ചേർക്കാം. 1/4 പാല് ചേർക്കുമ്പോൾ ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളയ്ക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കാം. ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. എല്ലാം കൂടെ ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ പഴം പ്രഥമൻ റെഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.
അടുത്തത് നല്ല തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ട ഒരു ചക്കപ്രഥമനാണ്. ചക്കപ്രഥമൻ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നെയ്യിൽ തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ആ നെയ്യിലേക്ക് 1/2 കപ്പ് ചക്ക വരട്ടിയതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട് കേട്ടോ. ശർക്കരപ്പാനിയുടെ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ശർക്കര വരട്ടിയതിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പാനി ചേർത്ത് കൊടുക്കാൻ. ശർക്കര വരട്ടിയത് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയായിരിക്കും. ഇനി ഈ പാനിയിൽ ഇതുപോലെ നമുക്കൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇനി 2ാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം സൈസ് തേങ്ങ, 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് 1ാം പാലും 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് 2ാം പാലുമാണ് എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് മധുരം നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങ് കുറുക്കിയെടുക്കണേ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ചുക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 2 നുള്ളി ചുക്കുപൊടി കൂടെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1ാം പാല് ചേർക്കാം. 1ാം പാല് ചേർത്തിട്ട് തിളപ്പിക്കണ്ട, നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കശുവണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ ചക്ക വരട്ടിയതിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.